ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഇരുട്ടനുഭവങ്ങളിൽ വെളിച്ചമായി നമ്മുടെ ചാരത്തെത്തുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നോടുള്ള നിൻ സ്നേഹം ഓർക്കുമ്പോൾ ഈശോയേ, എന്നോടുള്ള വാത്സല്യം കാണുമ്പോൾ ഈശോയേ, കൊതിക്കുന്നു ഞാൻ നിന്നോടൊന്നായി എന്നോടുള്ള നിൻ സ്നേഹം ഓർക്കുമ്പോൾ ഈശോയേ, എന്നോടുള്ള വാത്സല്യം കാണുമ്പോൾ ഈശോയേ. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിൽ ഇരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. Though I sit in darkness, the Lord will be my light. Though I sit in darkness, the Lord will be my light. നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ, ദൈവമാണ് എൻ്റെ പ്രകാശം. കർത്താവേ, നീ തന്നെയാണ് എൻ്റെ പ്രത്യാശയും. എല്ലാ പ്രഭാതവും പ്രകാശത്തിൽ ആരംഭിക്കണമെന്നില്ല. ആകാശത്ത് സൂര്യൻ തെളിയുമ്പോഴും ഉള്ളിൽ ഇരുട്ട് നിറഞ്ഞിരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇന്നലകളുടെ ഭാരങ്ങളെ, അവ്യക്തതകളെ, ബലഹീനതകളെ, ഇന്നലകളുടെ സംഘർഷങ്ങളെ നമ്മൾ അകത്ത് പേറുന്നുണ്ട്. അത് നമുക്ക് ഇരുട്ടായി മാറുന്നുമുണ്ട്. മിക്ക പ്രവാചകൻ ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദോ ഐ സിറ്റ് ഇൻ ഡാർക്ക്നെസ്, ഞാൻ ഇരിക്കുന്നത് ഇരുട്ടിലാണെങ്കിലും കർത്താവ് എൻ്റെ പ്രകാശമായിരിക്കും. ഇരുട്ടിലിരിക്കുമ്പോഴും കർത്താവ് എൻ്റെ പ്രകാശമായിരിക്കും. ഇരുട്ടനുഭവങ്ങളിൽ കേവലം ഒരു പ്രകാശകിരണം വരികയല്ല, മറിച്ച് ദൈവം തന്നെ പ്രകാശമായി എൻ്റെ ചാരത്ത് എത്തുന്ന അനുഭവം. ഈ വാക്യം ഒരു നിത്യ സത്യത്തെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രകാശം നമ്മൾ അനുഭവിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കണമെന്നില്ല. ഈവൻ വെൻ വി സിറ്റ് ഇൻ ഡാർക്ക്നെസ്, unable to move forward, unable to see clearly, His presence remains active, illuminating from within. ഒരു ചുവട് വയ്ക്കാനാകാതെ ചലനശേഷി അറ്റുപോകുന്നത് പോലെ ഇരുട്ടനുഭവങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ, കാഴ്ച മായുമ്പോൾ, മുൻപോട്ടൊരു ചുവട് വയ്ക്കാനാവതില്ലാതെ നമ്മളിങ്ങനെ കെണിയിലകപ്പെട്ടതുപോലെ ഇരിക്കുന്ന നേരത്തും ഉള്ളിൽ ഒരു പ്രകാശം തെളിയും. അത് നിന്നിലെ ദൈവസാന്നിധ്യമാണെന്ന്
തിരിച്ചറിയണേ. ക്രിസ്തീയ പ്രത്യാശ എന്നത് ഇരുട്ടില്ലാത്ത അനുഭവമല്ല, മറിച്ച് ഇരുട്ടിലും തെളിയുന്ന, പ്രകാശം കണക്കെ തെളിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ് ക്രിസ്തീയമായ പ്രത്യാശ. അത്തരമൊരു പ്രത്യാശയിൽ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ പ്രഭാതത്തിന് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകാൻ കഴിയണമെന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ പ്രഭാതം നമുക്കായി ഒരുക്കി നൽകണമെന്ന് ഇല്ല. പക്ഷേ അതിനേക്കാൾ മഹത്തരമായ ഒന്ന് നമുക്കുണ്ട്. God is already your light before your situation changes. നിന്റെ സാഹചര്യങ്ങൾ മാറിയാലും മാറിയില്ലെങ്കിലും ദൈവം നിന്റെ മുമ്പിൽ പ്രകാശമായി ഉണ്ടെന്ന് തിരിച്ചറിയണേ. 139 സങ്കീർത്തനം 12 പറയുന്നത് പോലെ, ദ നൈറ്റ് ഷൈൻസ് ലൈക്ക് ദ ഡേ. രാത്രി നിനക്ക് പകലുപോലെയാകും. ഇരുട്ട് നിന്റെ മുമ്പിൽ തോറ്റുപോകും. രാത്രി നിനക്ക് പകലുപോലെയാകും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ തിരുമുമ്പാകെ വെച്ച് ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥന ഉയർത്താം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഇരുട്ടിനെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ രാജാവേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശമാകണമേ. ഈശോ, ഇരുട്ടെന്നെ ചുറ്റുമ്പോൾ നിന്നിൽ ആശ്രയിക്കാൻ എന്നെ നീ ഒരുക്കണമേ. കേവലം കാണുന്നതിലല്ല, കാഴ്ചയ്ക്കപ്പുറമുള്ള നിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ, ഏറ്റുപറയാൻ, ആശ്രയം വയ്ക്കാൻ എന്നെ ഒരുക്കണമേ. എൻ്റെ ചിന്തകളുടെ പ്രകാശമാകണേ. എൻ്റെ ബലഹീനതയിൽ ശക്തിയാകണേ. എൻ്റെ കാത്തിരിപ്പിൽ നീ എനിക്ക് പ്രത്യാശയാകണേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.